കണ്ടുവരുന്ന അഡിനോയിഡ് ഗ്രന്ഥിയുടെ ക്രമാതീതമായ വളർച്ച തടയാൻ ആധുനിക ചികിത്സാ രീതികൾ ഒരുക്കി മൂവാറ്റുപുഴ കോപ്പറേറ്റീവ് ആശുപത്രി. ആധുനിക ചികിത്സാ രീതികളാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. 2 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന അഡിനോയിഡ് ഗ്രന്ഥിയുടെ ക്രമാതീതമായ വളർച്ച കണ്ടെത്താനും ചികിത്സിക്കാനുമുള്ള ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി മൂവാറ്റുപുഴ കോപ്പറേറ്റീവ് ആശുപത്രി. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കവും തകരാറുകളും ബുദ്ധിമുട്ടൊന്നും കൂടാതെ കൃത്യമായി നിർണ്ണയിക്കുവാൻ സഹായിക്കുന്ന എൻഡോസ്കോപ്പി സംവിധാനത്തിന്റെയും പ്രവർത്തനം ആരംഭിച്ചു. വീക്കം വന്ന അഡിനോയിഡ് ഗ്രന്ഥിയെ കൃത്യമായി കണ്ടുകൊണ്ട് രക്തരഹിതമായി നടത്താവുന്ന സങ്കീർണത തീരെയില്ലാത്ത എൻഡോസ്കോപ്പിക് കോബ്ലേഷൻ അഡിനോയിഡക്ടമി വഴി അഡിനോയിഡ് നീക്കം ചെയ്യാനുള്ള അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളും കോപ്പറേറ്റീവ് ആശുപത്രിയിൽ സജ്ജമാണെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് PM ഇസ്മായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അത് സംബന്ധിച്ച് ഡോക്ടറോട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയും. ഈ രോഗത്തിന് പ്രത്യേകമായ ഒരു ചികിത്സാ സമ്പ്രദായം നമ്മുടെ മൂവാറ്റുപുഴയിൽ ഇപ്പോൾ ഏർപ്പെടുത്തുകയാണ്. അതിൽ മൂവാറ്റുപുഴയിലോ സമീപ പ്രദേശത്തോ ഒന്നും ഇപ്പോൾ ഇതുപോലുള്ള ഒരു ഓപ്പറേഷൻ ഇപ്പോൾ നടത്തുന്നില്ല. കേടുമുടക്കിലില്ലാതെ മൂക്കിലെ ദശ അലിയിപ്പിച്ചു കളയുന്ന ചികിത്സയായതിനാൽ രക്തസ്രാവം തീരെയില്ലാതെ ചെയ്യാനാകുമെന്ന് ഈ രംഗത്ത് വിദഗ്ധനായ ഡോക്ടർ സനു പി മൊയ്തീൻ പറഞ്ഞു. എൻഡോസ്കോപ്പിലൂടെ മരുന്നുകൊണ്ട് മാറ്റാവുന്ന തകരാറുകൾ കൃത്യതയോടെ നിർണ്ണയിക്കാനും കഴിയും. CT സ്കാനിങ്ങിലുള്ള വിപ്രോജി ഹെൽത്ത് കെയറിന്റെ ഏറ്റവും ആധുനിക യന്ത്രം കേരളത്തിൽ ആദ്യമായി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ സ്ഥാപിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആശുപത്രി സെക്രട്ടറി MA സഹീർ, അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് മാത്യു, ജനറൽ മാനേജർ ശ്രീവാസൻ ശർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.